ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാറിന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? 9ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാമിന് നമ്മൾ നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. മക്കളെ, നിങ്ങൾ ഓർക്കണം, ഈ 2 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 7 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ കാണേണ്ടത് തുടർച്ചയായ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം മക്കൾ റെഡി അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ആ 2 ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം മക്കളെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ ഏതെല്ലാം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. മക്കളെ, ഇതൊരു 4 മാർക്കിന് വരെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ടേ എക്സാമിന് നിങ്ങൾ പോകാൻ പാടുള്ളൂ. നമുക്ക് നോക്കാം മക്കളെ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കാം കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ് ആണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തേലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ഒന്നാമത്തത് ഫസ്റ്റ് പോയിന്റ് സൂപ്പർവൈസ് ദ ഇലക്ഷൻ ആണ്. സൂപ്പർവൈസ് ദ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ് നോക്ക്, പ്രിപ്പയർ വോട്ടേഴ്സ് ലിസ്റ്റ് ആണ്, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. അതാണ് ഇത് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് നിങ്ങൾ നോക്ക്, ഡിക്ലെയർ ദ ഡേയ്സ് ഓഫ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ ആണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കുന്നു. അതാണ് ഇത് മൂന്നാമത്തെ പോയിന്റ്. അങ്ങനെയെങ്കിൽ നാലാമത്തെ പോയിന്റ് നോക്കൂ, അലോട്ട് ഇലക്ഷൻ സിംബൽസ് ആണ്, ഇലക്ഷൻ ചിഹ്നങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു. അതാണ് ഇത് നമ്മുടെ 4. അഞ്ചാമത്തെ നോക്കാം മക്കളെ, ഫ്രെയിം കോഡ് ഓഫ് കോണ്ടാക്ട് ആണ്, പെരുമാറ്റ ചട്ടം രൂപീകരിക്കുന്നു. അതാണ് ഇത് 5. ആറാമത്തെ പോയിന്റ് നോക്കാം മക്കളെ, ദ അപ്പോയിന്റ്മെന്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഇലക്ഷൻ ഒഫീഷ്യൽസ് ആണ്, പ്രധാനമായിട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും അതുപോലെ അവർക്ക് വേണ്ട പരിശീലനവും നൽകുന്നു. അതാണ് ഇത് 6. ഏഴാമത് നമുക്ക് നോക്കാം മക്കളെ, വോട്ടിംഗ്, കൗണ്ടിംഗ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, വോട്ടിംഗ്, വോട്ടെണ്ണൽ, അതുപോലെ ഫലപ്രഖ്യാപനം എന്നിവ നടത്തുന്നു. അതാണ് ഇത് 7. അങ്ങനെയെങ്കിൽ എട്ടാമത് നമുക്ക് നോക്കാം മക്കളെ, എക്സാമിൻ ഇലക്ഷൻ എക്സ്പെൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് ആണ്, സ്ഥാനാർത്ഥികളുടെ പ്രധാനപ്പെട്ട അവരുടെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുന്നു. ഇതാണ് ഇത് 8. അപ്പൊ മക്കളെ, നിർബന്ധമായും 8 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ചുമതലകൾ ഉണ്ട്. അപ്പൊ ഇത് നിർബന്ധമായും ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് പഠിച്ചിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ, ഇതിന്റെ മലയാളം കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ആ ഒരു മലയാളം കൂടി അത് നോക്കിക്കോളേ. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, റൈറ്റ് എനി 3 factors that helped agriculture progress in South India. സൗത്ത് ഇന്ത്യയിലുള്ള അഗ്രികൾച്ചർ പ്രോഗ്രസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഏതെങ്കിലും 3 ഘടകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഈ ചോദ്യം മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഒരു 3 മാർക്കിന് എക്സാമിന് ഒരു 3 മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം ഇതിന്റെ ആൻസറിലേക്ക് നോക്കാം മക്കളെ. എന്തൊക്കെയാണ് അതിന്റെ ആൻസർ? ഫസ്റ്റ് നോക്കിയോളൂ, വാട്ടർ പ്രോസ്പിരിറ്റി ഇൻ റിവർ കാവേരിയാണ്. കാവേരി നദിയുടെ ജലസമൃദ്ധിയാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നമുക്ക് നോക്കാം മക്കളെ, അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇസ് ഡിസ്ട്രിബ്യൂട്ടറീസ് ആണ്, കാവേരി നദിയിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണാണ്. അലൂവിയൽ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ എക്കൽ മണ്ണാണ് ഇത് രണ്ടാമത്തെ പോയിന്റ്. അതാണ് ഓർത്തിരിക്കുക കേട്ടോ. ഇതാണ് സെക്കൻഡ് പോയിന്റ്, അലൂവിയൽ ഡെപ്പോസിറ്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അടുത്ത് നോക്കാം. മൂന്നാമത് നോക്കാം, കനാൽസ് കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ ബൈ ദ ചോള കിങ്സ് ആണ്. പ്രധാനമായിട്ടും നമുക്കറിയാം ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ കനാലുകൾ നിർമ്മിച്ചു. അതാണ് ഇത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 1, 2, 3 മൂന്നാമത്തെ പോയിന്റ് കൂടി റെഡി, കനാലുകൾ നിർമ്മിച്ചു. ഇനി നാലാമത്തെ നമുക്ക് നോക്കാം മക്കളെ. നാലാമത്തെ പോയിന്റ്, ദ മെഷേഴ്സ് ടേക്കൻ ബൈ ദ സമിതി ദാറ്റ് വർക്ക്ഡ് അണ്ടർ ദ സഭ, ദ ബോഡി ഫോർ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ. അപ്പോൾ സമിതികളുടെ പ്രവർത്തനമാണ് ഇത് മക്കളെ നാലാമത്തെ പോയിന്റ്. ഈ 4 പോയിന്റും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഷുവറായിട്ടും ഇത് വരും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് മലയാളം കൂടി മക്കൾക്ക് അവിടെ കാണാം. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചോളേ, കാവേരി നദിയാണ്, അതുപോലെ എക്കൽ മണ്ണുണ്ട്, എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലുവിയൽ ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അതുപോലെ കനാലുണ്ട്, കനാൽ ഓർത്ത് വെക്കണേ, കനാലുണ്ട്. പിന്നെ അതുപോലെ എന്താണ്, ഈ പറയുന്ന സഭകൾക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന സമിതികളുണ്ട്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കോഡായിട്ടൊക്കെ വേണമെങ്കിൽ ആക്കാം. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതായത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, കാവേരി നദിയിലെ എക്കൽ മണ്ണ് കനാലിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, സമിതി ഇടപെട്ടു എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സമിതി ഇടപെട്ടു എന്ന് ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെയാണ്, കാവേരി നദിയിലെ
എക്കൽ മണ്ണ് എവിടെ വന്നപ്പോഴാണ് കനാലിൽ വന്ന സമയത്ത് എന്ത് ചെയ്തു സമിതികൾ ഇടപെട്ടു എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സമിതികൾ ഇടപെട്ടു എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഷുവറായിട്ട് എന്ത് ചെയ്യും നമുക്ക് ആ പോയിന്റുകളൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ആ 4 പോയിന്റ് എങ്കിലും എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു നോക്കില്ല. ഞാൻ ആ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 4 അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ 4 വേർഡ്സ് എങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഷുവറായിട്ട് നിങ്ങൾക്ക് അത് എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ മക്കളെ ഇതൊരു എഫക്റ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങൾ എന്തുകൂടി ചെയ്യണം, ഈ വീഡിയോയ്ക്ക് നേരെ താഴെ നിങ്ങളുടെ കമന്റുകൾ കൂടി എന്ത് ചെയ്യണം നിങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിതിൻ സാറെയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജിതിൻ സാറെയാണ്. അപ്പോൾ എക്സാമിന് നന്നായി പഠിക്കുക, എല്ലാ ആൾക്കാരും ഫുൾ മാർക്ക് നേടുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കാണാം മക്കളെ. ബൈ.